ഗായ്സ്, ആരും നോക്കണ്ട, കേക്കുമ്പോ വരയ്ക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വരച്ച് കൊളാക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു താജ്മഹൽ തന്നെ പണിതു. ഒരു ചെറിയ ഹാർട്ട് വരയ്ക്കാനാണ് ഞാൻ നോക്കിയത്. വരച്ച് ഇതൊരു വലിയ ഹാർട്ടായിട്ടോ. ഇനി വിചാരിച്ച ഡിസൈൻ ഒന്നും ഈ ഒരു ഹാർട്ടുമോ നടക്കില്ല എന്ന് കണ്ടപ്പോ കുറച്ച് പുഷ്പം വരച്ച് അലങ്കരിക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള ഒരു പ്ലാനും എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചെയ്താലും അവസാനം കൊള്ളാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ ചെയ്തു തുടങ്ങിയ ഡിസൈൻ അവസാനം എനിക്ക് ഇതിന്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കേക്ക് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നേ. കേക്കിന് ഓർഡർ തന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ബേക്കർ ആണ് കേട്ടോ. ആൾക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഡിസൈൻ ഒന്നും അവര് പറയാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ ഹാർട്ടിൽ എത്തിയത് എന്റെ ഡിസൈന്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് തന്നെ തോന്നാ കുറച്ച് ടഫ് ആണെങ്കിലും കസ്റ്റമൈസേഷൻ തന്നെ മതിയായിരുന്നു എന്ന്. സംഭവം നമ്മളായിട്ട് വലിയ വലിയ റിസ്കിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ കേക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. ഇതിപ്പോ എന്റെ മാത്രം അവസ്ഥയാണോന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കേക്കുമ്പോ റൊസറ്റയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടോപ്പിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തപ്പോ കേക്ക് സെറ്റ് ആയിട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഈ കേക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാരും താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.